KSRTC ബസ്സിലൊക്കെ കൈവെക്കാവോ? അങ്ങനെ അട്ടടിയും കിട്ടി നമ്മുടെ മച്ചാന്. ദൈവമേ. ഗ്രീൻ ഹട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വിരിപാറ എന്ന് പറഞ്ഞൊരു കുഞ്ഞു ടൗണിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് 2-3 കടകളുണ്ട് ഇവിടെ. അപ്പൊ നമ്മളെ മാങ്കുളം സൈഡിൽ നിന്ന് വരുമ്പോ കല്ലാറിലേക്കും മൂന്നാറിലേക്കും തിരിഞ്ഞു പോകുന്ന ഒരു കുഞ്ഞു ജംഗ്ഷനാണിത്. അപ്പൊ നമുക്കിപ്പോ പോകേണ്ടത് ഇപ്പൊ നമ്മുടെ മൂന്നാർ സൈഡിലേക്കാണ് പോകേണ്ടത്. പോകുന്ന വഴിക്ക് നമ്മളുടെ പുളിമുട്ടിന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, ലക്ഷ്മി എസ്റ്റേറ്റിന്റെ അകത്താണ് പുളിമുട്ടിന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് അവിടെ നമ്മളൊരു സൈറ്റ് പ്രോജക്റ്റ് ഒക്കെ തുടങ്ങാനുള്ള പരിപാടിയുണ്ട്. പുതിയൊരു സൈറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങാനുണ്ട്. അപ്പൊ അവിടെ കയറി നോക്കണം. അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരും. കിഡിലൻ കാഴ്ചകളായിരിക്കും അവിടുത്തെ എല്ലാം. അപ്പൊ അവിടുന്ന് നമ്മൾ ഇറങ്ങിയ ശേഷം നേരെ പോകുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാറിൽ KSRTC ബസ്സിന്റെ പുതിയ സ്ലീപ്പർ കോച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതും 100 രൂപയ്ക്ക് നമുക്ക് അവിടെ കിടന്ന് ഉറങ്ങാം. സുഖമായിട്ട് തണുപ്പത്ത് AC ഒക്കെ ഉള്ളത് കിഡിലൻ ഒരു സംഭവത്തിൽ കിടന്ന് ഉറങ്ങാം. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ ചെന്ന് പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് വേണം കേട്ടോ. കേട്ടൊന്നും അറിയില്ല. അവിടെ നമുക്ക് ചെന്ന് നോക്കാം. അപ്പൊ ആ കിഡിലൻ കാഴ്ചകളൊക്കെ ആയിട്ടായിരിക്കണം നമ്മുടെ യാത്ര. അപ്പൊ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലിലേക്ക് കൂടി ഒന്ന് വെക്കണം. എന്തെങ്കിലും ഒരു കമന്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ യാത്രകൾ തുടങ്ങുകയാണ്. നമ്മുടെ സെബാസ്റ്റ്യൻ ഭായ് വരുന്നുണ്ട്. അപ്പോഴേ പുള്ളി കയറി ഉടനെ നമ്മൾ വിട്ടുപോവാണ്. വാ, പെട്ടെന്ന് പോവാം. പോവാം അങ്ങോട്ട്. നമ്മളിപ്പോ അങ്ങനെ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിന്റെ വഴി കൂടി കയറിയിട്ടാ. അതായത് ഞാൻ പണ്ട് വിചാരിച്ചത് ഇത് ലക്ഷ്മി എസ്റ്റേറ്റ് എന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള തമിഴ് ചൊവ്വയുള്ള ആൾക്കാരെല്ലാവരും ലക്ഷ്മി എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച ലക്ഷ്മി എസ്റ്റേറ്റിനായിരിക്കും ഇവരിങ്ങനെ പറയണതെന്നാണ് ഞാൻ വിചാരിച്ചത് യഥാർത്ഥത്തിൽ. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പേര് ലക്ഷ്മി തന്നെ കേട്ടോ. കാരണം അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പാറ കണ്ടോ, അടിപൊളി പാറ കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴി കണ്ടോ വളരെ തിരക്കുറവാണ്. ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് രാത്രിയിലായിരുന്നു. ഭയങ്കര മഞ്ഞും ഒക്കെ, റോഡും ഒക്കെ മോശമായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടാട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോഴത്തെ പോക്ക് ഇപ്പം നമുക്ക് കുറച്ചങ്ങ് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ കുഴിയും കുണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷേ കാഴ്ചകൾ അത് സംഭവം കേട്ടോ. ഓറഞ്ച് തോട്ടവും ഇതിൻ്റെ അകത്ത് മൊത്തം ഓറഞ്ചാണ്. ഈ നമ്മുടെ ഈ തേയിലത്തോട്ടത്തിൻ്റെ അകത്ത് മൊത്തം ഓറഞ്ചാട്ടോ. ഒരു കിഡിലൻ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ എത്തിയേക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ട് ഈ പുഴ നേരെ ഒരു കുത്താട്ടോ അങ്ങോട്ട് ചെല്ലുന്നത്. പിന്നെ ഇവിടെ പണ്ടൊരു ബാംബൂവിൻ്റെ ഹട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല കിഡിലനൊരു ബിൽഡിംഗ് വന്നേക്കുന്നത്. പിന്നെ നമുക്കിവിടെ പുഴയിലൊക്കെ ഇറങ്ങണമെങ്കിലൊക്കെ പൈസ ഉണ്ട് കേട്ടോ. ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതിനൊക്കെ പൈസ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാമറയ്ക്കും പൈസ ഉണ്ട്, കുളിക്കുന്നതിനും പൈസ ഉണ്ട്, എല്ലാത്തിനും പൈസ കൊടുക്കണം കേട്ടോ ഇവിടെ. പിന്നെ നമ്മുടെ DSLR ക്യാമറ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 500 രൂപയാണ് അതിൻ്റെ ചാർജ്. പിന്നെ ഇവിടുന്ന് ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിങ്ങിന് 300 രൂപയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ആദിവാസി കോളനിയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് അവർ ഡാൻസും അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ വനവകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിൽ പാസ് ചെയ്യുന്നവരൊക്കെ ഇവിടെ നിർത്തിയിട്ടത് കണ്ടിട്ട് വേണം കേട്ടോ ഇവിടുന്ന് പോകാനായിട്ട്. അത് നമ്മുടെ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈനഗിരി വെള്ളച്ചാട്ടം എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ സ്ഥലം കണ്ട ഇതിന്റെ ഈ റോഡിന്റെ ചുറ്റിനും തേയിലത്തോട്ടാണ്. ഇത് കണ്ട നമ്മൾ അവിടെ നിന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരാളും ഇല്ല ഈ വഴിയിൽ, നമ്മൾ മാത്രം. ഞാനിപ്പോൾ ഏകദേശം ഒരു 7-8 കിലോമീറ്റർ വണ്ടി ഓടിച്ച്, ഒരാളും ഇല്ല, വിജ്ജനമായി കിടക്കണം. ഞാനും വണ്ടിയും നമ്മുടെ സെബാസ്റ്റ്യൻ മാത്രം. ഇത് കണ്ട, ഇതെല്ലാം ഈ കുറ്റി കാണുന്നുണ്ടെല്ലാം. ഈ കുറ്റി കാണുന്നതെല്ലാം ഓറഞ്ചാട്ടോ. എല്ലാം ഓറഞ്ച് മരങ്ങളാണ്. ഈ കുറ്റിയിലെല്ലാം ഈ കുറ്റിയായിട്ട് പൊങ്ങി നിൽക്കുന്ന എല്ലാം ഓറഞ്ചാ. ഇത് മേലെ ഉണ്ട് കുറേ ഓറഞ്ചും കാര്യങ്ങളൊക്കെ. ഇത് കണ്ട, ഈ കുറ്റിച്ചെടികളെല്ലാം ഓറഞ്ചാ. നമ്മുടെ ചുറ്റിനും തേയിലത്തോട്ടം, ചുറ്റിനും. ഇത് കണ്ട, ഓറഞ്ച് എല്ലാം അത്യാവശ്യം. ഞാനിപ്പോൾ അടുത്ത് പോയി നോക്കി കാഴ്ച അടക്കട്ടെ എല്ലാം. ഇനി നമുക്ക് അങ്ങോട്ടുള്ള യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് രാത്രിയിൽ ഇങ്ങോട്ട് വന്നായിരുന്നു. ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കാണ്. അതിനൊരു ത്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇന്നലെ രാത്രി വന്നപ്പോൾ കുറേ ബുദ്ധിമുട്ടിയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പോയി നോക്കണം. അപ്പോൾ നമുക്കവിടെ ചെന്ന് നോക്കാം. കാരണം രാത്രി കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. ഇപ്പോൾ നേരം വെളുത്ത കാരണം കുറച്ച് സുഖം ഉണ്ടാവും ഓടിക്കാനായിട്ട് കേട്ടോ. ഇതിലും മോശമായിട്ടുള്ള റോഡുകളാട്ടോ ഈ വഴി പോകുമ്പോൾ. പക്ഷെ നല്ല ത്രില്ലാണ്, നല്ല ഓടിക്കാൻ ഭയങ്കര മൂടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡ് മൊത്തം ഇത് കേട്ടോ, നല്ല കുഴിയും കുണ്ടും ഒക്കെ ആയിട്ട്. വണ്ടിയുടെ അലൈൻമെന്റ് പോകുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് നമ്മളുടെ വണ്ടിയുടെ. പിന്നെ ഓടിക്കാനൊരു മൂടാണ്. ഇങ്ങനത്തെ വഴി കൂടെയൊക്കെ നമുക്കൊരു ഇതാണല്ലോ, ഓടിക്കാനായിട്ട് ത്രില്ലിംഗ് ആണല്ലോ സംഭവം.
നമ്മുടെ ഈ ഉള്ള വണ്ടിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ പരിപാടികളൊക്കെ. ഞാൻ വണ്ടിയുടെ ഗ്ലാസ് കഴുകാൻ മറന്നുപോയി, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മങ്ങല് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒന്നാമത് ഇരുട്ടും കൂടി ആണല്ലോ ഇവിടെ എല്ലാം. ഇവിടെ കണ്ട മരത്തിന്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ വെയിൽ അരിച്ചു വന്നിട്ട് നല്ല രസമുണ്ട് ഈ വഴി കാണാൻ. ഇടിഞ്ഞ വഴി കാണാനായിട്ട് അടിപൊളി ലുക്കാട്ടോ. ഉച്ചക്ക് 12:30 മണി സമയമാണ്. ഇരുണ്ടൊരു അന്തരീക്ഷം ഇവിടെ മുഴുവൻ. ഭയങ്കര വലിയൊരു കാടിന്റെ അകത്തൂടെ പോകുന്ന ഒരു ഫീലാണിത്. കണ്ടോ, വെയിലെന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. പിന്നെ റോഡിന്റെ അവസ്ഥ ഇതാണ്. ഇവിടെ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കണേന് നമ്മുടെ സെബാസ്റ്റ്യൻ ഭായി ഇവിടെ ആസ്വദിച്ച് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കണ മച്ചാൻ. നമ്മുടെ റോഡിന്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ, മൊത്തം അങ്ങനത്തെ റോഡാട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ നിറയെ ആന കേട്ടോ. ഇത് കണ്ട, ഞങ്ങൾ നിറയെ ആനപ്പിണ്ടം കണ്ടു. കാരണം രാത്രിയിൽ ഇന്നലെ രാത്രി യാത്ര ചെയ്തപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇത് കുറച്ച് പ്രശ്നം പഠിച്ച വഴിയാണെന്ന്. ഇലക്ട്രിക്കൽ ഫെൻസിങ് അതെല്ലാം. അതെ, നമ്മളുടെ റിസോർട്ട് എത്താറായിട്ടുണ്ട്. നമുക്ക് പോകേണ്ട നമ്മുടെ സൈറ്റ് എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് ആണ് നമുക്ക് തിരിയേണ്ടത്. യെസ്, നമ്മുടെ ഈ എസ്റ്റേറ്റിന്റെ പേര് പുളിമൂട്ടിൽ എസ്റ്റേറ്റ് എന്നാട്ടോ. ഇതുണ്ടോ ലെഫ്റ്റ് സൈഡിൽ ഏത് വെച്ചാൽ പുളിമൂട്ടിൽ എസ്റ്റേറ്റ് എന്നാണ്. നമുക്ക് ഇതിന്റെ അകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മള് പുളിമൂട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. പുളിമൂട്ടിൽ നമ്മുടെ ഇവിടെ റിസോർട്ട് ഉണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ എനിക്ക് കുറച്ച് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആ ജോലിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. നമ്മുടെ അറിയാലോ ലാൻഡ്സ്കേപ്പിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ലാൻഡ്സ്കേപ്പിംഗിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. അതുകൊണ്ട് തന്നെ റിസോർട്ടിലെ കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണിക്കില്ല. കാരണം അത് സാറിനോട് പെർമിഷൻ ചോദിച്ച ശേഷം, സാറിന് നമ്മുടെ ക്ലയന്റിനോട് അനുവാദം ചോദിച്ച ശേഷം മാത്രമേ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ജസ്റ്റ് നമ്മളുടെ വർക്കിന്റെ കാര്യങ്ങൾ പറ്റിയാൽ ഞാനൊന്ന് ചോദിച്ചിട്ട് അത് കാണിക്കാം, അത്രേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ ജോലിയെ കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര തുടങ്ങുള്ളൂ. സംഭവം കിട്ടു ഇതാണ്ട സെറ്റപ്പ് റൂട്ടാണിത്. സൂപ്പർ ഇറക്കാണ്ട്, ഇതൊരു 1.5 ഇറക്കാണിത്. എന്റെ പൊന്നോ, താഴത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന സീനാണത്. അയ്യോ, വണ്ടി വെറുതെ കാഞ്ഞു പോവും. വഴിക്കേ കലാത്തിയ നിറയെ എല്ലാം നല്ല വില കൂടിയ ചെടിയാ. കാറ്റിൽ പെട്ടുപോയി. ഇത് കണ്ട സംഭവം കാടിന്റെ അകത്തായി പോയി. എല്ലാം വള്ളികളൊക്കെ മൂടി ആകെ ഇതായിട്ട് നിക്കണെല്ലാം. നല്ല വില കൂടിയ കലാത്തിയ. ഈ അടിപൊളി ഇറക്കാട്ടോ ഇത്. അതായത് ഞാനിപ്പോ സെക്കൻഡ് ഇട്ടിട്ട് ആക്സിലേറ്ററിലും ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും ഒക്കെ കാലെടുത്തിരിക്കുക. ചുമ്മാ ഇറങ്ങിപ്പോ വണ്ടി താഴത്തോട്ടങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ റിസോർട്ടിന്റെ പേരെന്താ അറിയോ? എലിക്സർ ഹിൽസ് റിസോർട്ട് എന്നാണ് കേട്ടോ. നമ്മുടെ പുളിമുട്ടിലാണ് നമ്മുടെ ഈ റിസോർട്ടിന്റെ പേര്. അങ്ങനെയാ കേട്ടോ. ഇനി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒതുക്കി ഇട്ടിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറിച്ചില്ല. അപ്പൊ നമ്മുടെ സൈറ്റിലെത്തി. അപ്പൊ നമ്മുടെ ക്ലയന്റ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം. അപ്പൊ ഞാൻ ചെന്നിട്ട് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, മാസ്ക് ഇട്ട് സെറ്റായിട്ടില്ല. നമ്മുടെ ഈ റിസോർട്ടിലോട്ട് കയറി വരുമ്പോഴേ സാധാരണ എല്ലാവരും പൂച്ചെണ്ടുകൾ കൊടുത്തിട്ടല്ലേ സ്വീകരിക്കുക. ഇവിടെ നോക്കിയേ, ക്രീപ്പേഴ്സ് നോക്കിയേ, കിഡിലനാണ്. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലൻ ക്രീപ്പേഴ്സാണ്. നമ്മൾ നിറച്ച് പൂക്കൾ ഇതിനകത്തെല്ലാം കിഡില. ഈ പൂക്കളാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ. ഞാനിവിടെ ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ ഫ്രണ്ടിൽ തന്നെ ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ ഒന്ന് കണ്ണൊഴിച്ച് നോക്കിയത്. അടിപൊളി മഴയാണ്, സൂപ്പർ മഴയാണ്. ചുറ്റിനും നല്ല കിഡിലൻ മഴയാണ്. പിന്നെ ഇവിടുത്തെ ഈ ബിൽഡിങ്ങിന് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ചുറ്റും ഗ്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിനെ നമ്മൾ മറച്ചു പിടിച്ചിട്ടില്ല. എവിടെ നോക്കിയാലും കാഴ്ചകളാണ്. മുകളിലും താഴെയൊക്കെ ഗ്ലാസും അടിപൊളി കാഴ്ചകളാണ്. കാടിൻ്റെ ഭംഗിയും ആ കാറ്റിൽ പെയ്യണ മഴയുണ്ടോ അതിൻ്റെ ഒരു ഒച്ചയും കാര്യങ്ങളൊക്കെ കേട്ടോ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല്. മഴ ഇപ്പോൾ ലേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ക്രീപ്പറിൻ്റെ അടുത്തേക്ക് തന്നെ എൻ്റെ പോകും. കാരണം കണ്ണ് അവിടെ നിന്ന് മാറുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്തേക്ക് വീണ്ടും പോകാം കേട്ടോ. ഈ ക്രീപ്പറിൻ്റെ പേരെന്താ അറിയോ? അതായത് തൻമർജിയ വെറൈറ്റിപ്പെട്ട ഒരു ക്രീപ്പർ കേട്ടോ ഇത്. ഇതിനെ നമ്മൾ പല പേരുകളിലും നമ്മൾ അറിയപ്പെടാറുണ്ട്. അതായത് മൈസൂർ ട്രംപറ്റ് വൈൻ എന്ന് പറയാറുണ്ട്. അത് തന്നെ ഇന്ത്യൻ ക്ലോക്ക് വൈൻ, അങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു നമ്മുടെ ട്രംപറ്റിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ. അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ ഇതിന് ആ പേര് വന്നത് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇതിനെ പറയുന്ന പേര്. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ
നമ്മൾ പോകുന്ന എല്ലാ കോട്ടേജുകളും ഇങ്ങനെ കിടക്കോട്ട് വീണ് കോട്ട എല്ലാ കോട്ടേജിലേക്കും പോകുന്ന വഴിക്കൊക്കെ ഇത് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വീണ് കിടക്കും. നമ്മളെ സ്വാഗതം ചെയ്യുന്ന പോലെ ഇങ്ങനെ വീണ് കിടക്കാട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഗസ്റ്റുകളെല്ലാം ഇതിൻ്റെ മുന്നിൽ നിന്ന് മൊത്തം ഫോട്ടോ എടുപ്പാണ് ഇവിടെ ഈ സൈഡെല്ലാം. നമ്മൾ നേരത്തെ പോയിരുന്നില്ലേ, അത് അവൻ്റെ ഫ്രണ്ട് ഓഫീസും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇപ്പം ഞാൻ ഇവിടെ ഒരു കോട്ടേജിൽ വന്നിരിക്കുക, കുറച്ച് മാറിയിട്ട കോട്ടേജ്. അപ്പോൾ ഈ കോട്ടേജിനെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ പൂളടക്കമുള്ള കോട്ടേജുകളാട്ടോ ഇതെല്ലാം. കാരണം വെച്ചാൽ ഇവിടുത്തെ ഗ്രാസൊക്കെ കുറച്ച് ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ, ചെടികൾക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാക്കാനായിട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. കാരണം പുതുക്കി പണിയിലും പുതിയ ഫ്രഷ് വർക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട്. കാരണം ഒത്തിരി കോട്ടേജുകൾ ചെയ്യാനുണ്ട്. കാരണം നമുക്കിപ്പം കുറേ മോശമായി കിടക്കുക ഈ ഭാഗങ്ങളെല്ലാം, അതെല്ലാം നമ്മൾ റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ കോട്ടേജായിട്ട് മെല്ലെ നോക്കി അങ്ങനെ പോവാം. ഇതൊരു മറ്റൊരു കോട്ടേജ് കേട്ടോ. നമ്മൾ ഇനി വന്നിട്ട് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റും, വേറെ രീതിയിലാക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ വീഡിയോയിൽ കാണിക്കും. ഈ പുറകേക്കാണ് ഫ്ലവർ ബെഡും ഈ കല്ലും കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തും. പക്ഷേ വേറെ ചെടികളും വേറെ പുല്ലുകളും കാര്യങ്ങളൊക്കെ ആക്കും കേട്ടോ നമ്മൾ. അങ്ങനെ മൊത്തത്തിലൊരു മാറ്റം നമ്മളിവിടെ കൊണ്ടുവരും. വഴിയിലൊക്കെ ഉണ്ടാ കോടയൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ടിരിക്കുന്ന സ്ഥലം. നമുക്കിത് ഇവിടെ ഒരെണ്ണം ചെയ്യാനുണ്ട്. ഈ വഴി ഇത് പുതിയൊരു ബിൽഡിംഗ് ആയതുകൊണ്ട് ടാറിങ് നടക്കാൻ പോണേ ഉള്ളു. ഇതാണത് കണ്ടാ, ഇതും നമുക്ക് ചെയ്യാനുള്ള ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഒരു കാടിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ മാസ്കൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ, നമ്മളുടെ കിട്ടിലും പരിപാടികളൊക്കെ വരാൻ പോണാണ്, നമ്മുടെ സൈറ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ വരാൻ പോണാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ഇനി സൂപ്പർ ആക്കണം, കിട്ടിലെന്നാക്കണം എല്ലാം. അപ്പോൾ നമുക്ക് മുകളിലേക്കല്ല, നമ്മളെ വെയിറ്റ് ചെയ്യണം അവർ. അപ്പോൾ നമ്മുടെ എല്ലാ സ്ഥലത്തും നമ്മൾ കയറി നോക്കിയിട്ടോ, പുതിയത് ചെയ്യാനുള്ളതും പഴയത് മെയിൻ്റെനൻസ് ചെയ്യാനുള്ളതും ഒക്കെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ഹിൽക്സർ ഹിൽസ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വർക്കുകളൊക്കെ തുടങ്ങാനായിട്ട് നമുക്ക് ഇനി ഉടനെ തന്നെ വരണം. ഏകദേശം ഒരു 2-3 ആഴ്ചയൊക്കെ നമ്മൾ വന്ന് നമ്മുടെ വർക്കൊക്കെ നമ്മൾ തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിമൂട്ടിൽ എസ്റ്റേറ്റിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ ഇറങ്ങി. കാരണം പൂർണ്ണമായിട്ടും നമ്മുടെ ഇപ്പോൾ വർക്ക് തീർന്ന് കിടക്കുന്ന നല്ല കിടിലൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഷൂട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടൊക്കെ എല്ലാം പോകുന്നത്. ചുമ്മാ ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് സാറിൽ നിന്ന് പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് നമുക്കത് ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നേരെ നമ്മൾ മൂന്നാർ സൈഡിലേക്ക് പോവാണ്. അപ്പോൾ ഏകദേശം ഇരുട്ടി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ കണ്ട് നമുക്ക് അങ്ങ് നമ്മുടെ നാട്ടിലേക്ക് മെല്ലെ നമുക്ക് നീങ്ങാം. പെട്ടെന്ന് എന്തോ ഒച്ചയായിട്ടോ തോന്നി, അതാണ് ഞാൻ നോക്കി. പിന്നെ മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞപ്പോഴേ നമ്മുടെ കഷണ്ടി തലയൊക്കെ തെളിഞ്ഞ് കാണാൻ തുടങ്ങി. പിന്നെ ആകെ ഇച്ചിരിയുള്ളു, അത് ഷേവ് ചെയ്തിട്ടില്ല. കോട ഇറങ്ങിയ അയ്യോ ഇത് കണ്ട, കോട വന്ന് തുടങ്ങി. അവിടത്തേക്ക് വരണണ്ട ഊന്ന് പറയുന്ന സാധനം വരണത് ഈ റൂട്ടിലെ കണ്ട, അടിപൊളി വഴിയാണ്ട. പക്ഷേ ഈ റോഡ് ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വന്നാൽ മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ടു പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. റോഡൊക്കെ ആകെ മോശമാണ്, കണ്ടില്ലേ. പക്ഷേ നല്ല ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോരി, സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പം നമ്മളിവിടെ ഏകദേശം ഒരു 12-12:30 ആയപ്പോൾ ഇവിടെ എത്തിയതാ. ഇപ്പം സമയം 3:30 മണിയായി. അത്ര സമയം നമുക്കിവിടെ ചിലവായി. അപ്പോൾ ഒത്തിരി സമയം നമുക്കിവിടെ വേണ്ടി വന്നിട്ടാ ഇതെല്ലാം കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി മേലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും ഒക്കെ ആയിട്ട് ഒത്തിരി സമയം നമുക്ക് വേണ്ടി വന്നു എന്നുള്ളതാ കാര്യം. അപ്പം നമ്മൾ വരുന്ന വഴിക്കേ ഇപ്പം നമ്മുടെ പുറകിൽ കണ്ട ആട്, അയ്യോ നമ്മുടെ സെബാസ്റ്റ്യൻ്റെ മൊബൈൽ നമ്മുടെ സെബാസ്റ്റ്യൻ ഭായിയുടെ മൊബൈലിൽ അട്ട പിടിച്ച്, അട്ടനെ കണ്ട, എൻ്റെ ദൈവമേ, പിടിച്ചോ കിട്ടിയാ. അപ്പൊ താഴേക്ക് ഇവിടെ കാണുമായിരിക്കും കേട്ടാ, പണി കിട്ടും നമുക്ക്. നമ്മുടെ ഈ പശുവിനെ മേയ്ക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുന്ന സമയത്തേ ആണ് നമ്മുടെ സെബാസ്റ്റ്യൻ്റെ മൊബൈലിൽ അട്ട വന്നത്. മച്ചാൻ കിടുങ്ങിപ്പോയി, കിടുങ്ങി ഓടി. ഒരു ഞാൻ പറഞ്ഞു കട്ടിയല്ലേ, ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അതവിടെ ചേട്ടൻ നോക്കിയ ബാക്കിൽ, ചേട്ടന് നോക്കിയേ, ഒന്ന് കൈ വെക്കാവോ. അടിപൊളി. ചേട്ടൻ കൈവക്കി കാണിച്ചെന്ന്. ഇപ്പൊ വെട്ടമില്ല, നമുക്ക് ആവശ്യത്തിന് വെട്ടമില്ല. കാരണം മൂടിക്കിടക്കണോണ്ടേ കുറച്ച് മങ്ങിപ്പോയി സംഭവം. ചേട്ടൻ കൈ താഴ്ത്തിയിട്ടിട്ടുണ്ട് ഇതുവരെ, പൊക്കിത്തന്നെ പിടിച്ചിരിക്കുക ഇപ്പോഴും. കൈ താഴ്ത്തിട്ടോ. മതി. നല്ല സൂപ്പർ കാഴ്ച ഉണ്ട് ഇത്. അപ്പൊ ചേട്ടനുമായിട്ട് കുറച്ച് സംസാരിക്കാൻ പറ്റിയിട്ട് അതിന് ശേഷം ചേട്ടൻ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി.
അങ്ങനെ അട്ടകടിയും കിട്ടി നമ്മുടെ മച്ചാനി. ഇരുട്ടുമ്പോ മൂന്നാറല്ല, അല്ലെങ്കിൽ പിന്നെ പണിയാവും. നമ്മളെ ഇറങ്ങിയപ്പോ ജസ്റ്റ് ഒന്ന് അട്ടകടിച്ചു. ഇവരൊന്നും അട്ടകടിക്കത്തില്ല അല്ലേ? അപ്പം പാവത്തുങ്ങളല്ലേ, വെറുതെ കടിക്കില്ല. അവരെയും കടിക്കണ്ടാവല്ലേ? പാർട്ട് ഓഫ് ലൈഫ്. അതെ അതെ. മഴയത്ത് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ്, സംഭവമൊക്കെ അടിപൊളിയാണ്. പക്ഷേ വല്ല മണ്ണിടിച്ചിലോ അതുപോലെ തന്നെ വല്ല പിന്നെ ഡാമിന്റെ തുറന്നു വിടലോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പെട്ടു. അപ്പൊ മണ്ണിടിച്ചിലാണ് ഏറ്റവും ഡേഞ്ചർ ഉണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മൂന്നാർ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ആശ്വാസമായി. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് വെച്ചാൽ സ്പീഡിൽ പോകാനും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൽ കുറച്ച് മോശമുണ്ട്, വെള്ളക്കെട്ട് അങ്ങ് വലിയ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മള് മൂന്നാറിലെത്തി, മഴയൊക്കെ മാറി, അടിപൊളി കാലാവസ്ഥയൊക്കെ ആയി. മൂന്നാറിലെത്തി. അപ്പൊ മൂന്നാർ നമ്മുടെ സ്റ്റേഡിയം ഉണ്ടല്ലോ, സ്റ്റേഡിയത്തിന്റെ സൈഡിലാണ് നമ്മൾ ഈ വഴി വന്ന് കയറുക. അപ്പൊ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു ചായ അടിക്കണം, പിന്നെ നമ്മൾ തിരിച്ചു പോകണം. ചെറിയ പരിപാടികളൊക്കെ ഇനി. ഇപ്പൊ നമ്മള് മൂന്നാർ ടൗണിലെത്തി. ടൗണിൽ സ്റ്റേഡിയത്തിന് നേരെ ബാക്കിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഞാനൊരു കിടിലം കാഴ്ച കണ്ടു ഇവിടെ വന്നപ്പോഴത്തേക്കും. KSRTCയുടെ സ്ലീപ്പർ ആട്ടോ ഇത് കാണുന്നത്. നിസ്സാര റെന്റേ ഉള്ളൂ കേട്ടോ ഒരാൾക്ക്. KSRTCയുടെ ഇതിനകത്ത് താമസിക്കാം. മുകളിലുണ്ട്, ടാങ്കൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് മുകളിൽ, കണ്ട. അപ്പൊ ഞാൻ KSRTC സ്റ്റാൻഡിന്റെ അകത്ത് കയറിട്ടോ. ഞാൻ സ്റ്റേഷൻ മാസ്റ്ററിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചപ്പോൾ പുള്ളി വളരെ സന്തോഷത്തോടു കൂടി വന്നിട്ട് തുറന്നു തരാം കേട്ടോ. ഭയങ്കര സഹകരണം കേട്ടോ ഇവര്, അടിപൊളിയാ. അപ്പൊ നമുക്ക് മെല്ലെ ഇതിന്റെ അകത്തേക്ക് കയറി നോക്കാട്ടോ, എന്തൊക്കെയാണ് ഇതിന്റെ അകത്തുള്ള കാഴ്ചകൾ, സംഭവങ്ങളൊക്കെ എന്താണ് നമുക്ക് മെല്ലെ കയറി നോക്കാട്ടോ. അയ്യോ, ഇതിന്റെ അകത്ത് ഇരുട്ടാണല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പുറത്ത് കിടക്കണോണ്ട് കേട്ടോ കുറച്ച് ഇരുട്ടാണ് ഇതിൻ്റെ അകത്ത്. ഈ ചാവിയൊക്കെ ഉണ്ടോ, ഇതെന്താ സംഭവം അറിയോ? നമ്മുടെ ഇതിൻ്റെ നമുക്ക് കിടക്കുന്നതിൻ്റെ താഴെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് നമ്മളുടെ ലഗേജ് സാധനങ്ങളൊക്കെ വെക്കാൻ. അതിൻ്റെ ഒക്കെ താക്കോലാന്ന് തോന്നുന്നുണ്ടോ. സംഭവം ഒരു ഹോട്ടലിൽ കയറിയ ഒരു ലോഡ്ജിൻ്റെ അകത്തൊക്കെ കയറിയ ഒരു ഫീലാട്ടോ. ഓ സെറ്റപ്പ് ആട്ടോ, അപ്പോൾ ട്രെയിനിൻ്റെ ഒക്കെ അകത്തുള്ള അതേ സെറ്റപ്പ്. പക്ഷെ ഭയങ്കര ഇരുട്ടായിരിക്കും. നമുക്ക് തൊട്ട് അപ്പുറത്ത് വേറെ ഒന്നും കിടപ്പുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ചോദിച്ചിട്ട് അതിൻ്റെ അകത്തൂടെ നമുക്കൊന്ന് കയറി ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് കറക്റ്റ് വിശദമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം കാര്യങ്ങൾ. അപ്പുറത്ത് ഒരെണ്ണം കിടപ്പുണ്ട് കേട്ടോ, പുറത്ത് കിടപ്പുണ്ട് ഒരെണ്ണം, രണ്ടെണ്ണം എവിടെയുള്ളത്. അപ്പോൾ നമുക്ക് മറ്റേതിൽ കൂടി കയറി നോക്കിയെങ്കിൽ അവിടെ നല്ല വെട്ടായിരിക്കും. നമുക്ക് അതിൽ കൂടി കയറി നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാം കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ മെല്ലെ നമുക്ക് ഇറങ്ങാം കേട്ടോ. താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് മറ്റേ ബസ്സിൽ കൂടി നമുക്ക് കയറി നോക്കാം. സംഭവം കിഡുക കേട്ടോ, ഇത് സെറ്റപ്പാ, അടിപൊളി കാഴ്ച. ഇതുണ്ട്, ഇതൊക്കെ ഉണ്ടോ, സീറ്റൊക്കെ ഉണ്ടോ. ശരിക്കും നമ്മൾ ട്രെയിനിലെ പോലെ തന്നെ കേട്ടോ. സുഖമായിട്ട് ഒരാൾക്ക് നീണ്ടു നിവർന്ന് സുഖമായിട്ട്, എത്ര സൈസുള്ള ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല, സുഖമായിട്ട് നീണ്ട് നിവർന്ന് നമുക്ക് അതിൻ്റെ അകത്ത് കിടക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. സെറ്റപ്പ് മുകളിൽ കയറാനും ഒക്കെ ഭയങ്കര ഈസി കേട്ടോ. കാരണം നമുക്ക് ഇവിടെ ഹോട്ടൽ ടൗൺ മൂന്നാർ ടൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. താഴേക്ക് ഉണ്ടോ, താഴെ ഒരെണ്ണം മേലെ ഒരെണ്ണം, അങ്ങനെ കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കറക്റ്റനൊന്ന് മാറ്റി നോക്കട്ടെ ജസ്റ്റ് വെട്ടം കിട്ടാനായിട്ട്. കാരണം നമ്മളെ സെബാസ്റ്റ്യൻ ഭായി എനിക്ക് ടോർച്ചൊക്കെ അടിച്ചു നിന്നിട്ടാണ് നമ്മളിത് കണ്ടത്. കാരണം പൊതുവേ ഒരു മൂടലുണ്ട് പുറത്ത്, അതിൻ്റെയും കൂടി ഒരു ഇരുട്ട് നമുക്ക് ഉള്ളിൽ കിട്ടി. കർട്ടനൊന്ന് പതുക്കെ മാറ്റി നോക്കിയാൽ എങ്ങനെയുണ്ട്, സെറ്റപ്പ് അല്ലേ? ഈ ബസ്സിൻ്റെ അകത്ത് ഭയങ്കര ഇരുട്ടായിരുന്നു. കാരണം ഈ ഗാരേജിൻ്റെ അകത്ത് കിടക്കണോണ്ടേ ഭയങ്കര ഇരുട്ടായിരുന്നു. പക്ഷെ നമുക്ക് അപ്പുറത്ത് വേറെ ബസ് കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് അതിൽ കയറിയിട്ട് നോക്കാം കൃത്യം കാര്യങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആ ബസ്സിൽ കൂടി കയറിയിട്ട് നമുക്ക് നോക്കാം. കാരണം അവിടെ നല്ല വെട്ടാട്ടോ. ഇവിടെ നമുക്കിപ്പോൾ ഉള്ളത് KSRTCയുടെ 2 ബസ്സുകളാണ് ഉള്ളത്. ഏകദേശം 16 സീറ്റുണ്ട് കേട്ടോ ഒരു ബസ്സിൽ. അപ്പോൾ 2 വണ്ടിയിലും കൂടെ 32 സീറ്റുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മെല്ലെ കയറി നോക്കാം. അതിന് മുമ്പ് നോക്കി ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച നോക്കി. KSRTC സ്ലീപ്പർ കിട്ടില്ലല്ലേ? ഇപ്പോൾ ഇതേ അകത്ത് ഉണ്ട്. അകത്ത് വരുമ്പം ഒരു AC ഉണ്ട്. ഭക്ഷണം കഴിക്കാനായിട്ട് അത്യാവശ്യത്തിന് ഫാൻ ഇടാം, കുടിക്കാൻ വെള്ളം, വാഷ് ബേസിൻ, കഴുകാനായിട്ട്. ഇവിടെ തൊട്ടടുത്ത് ഹോട്ടലുകളിൽ നിന്ന് നമുക്ക് ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ കൊണ്ടുവന്ന ഭക്ഷണമാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം കേട്ടോ. ഇവിടെ നിന്ന് കഴിച്ച് നമുക്ക് കയ്യെ കഴുകി ഫ്രഷ് ആവും. കിഡിലൻ സൗകര്യങ്ങളാണ് അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ശരിക്കും ഒരു ഹോട്ടലിലെ എല്ലാ സൗകര്യങ്ങളും എന്നാൽ വെറും 100 രൂപയ്ക്ക് നമുക്ക് ഇവിടെ താമസിക്കുകയും ചെയ്യാം. പിന്നെ ഇത് നോക്കി നമുക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കി കിഡിലനാട്ടാ. ഇത് ട്രെയിനിൻ്റെ അകത്ത് കയറിയൊരു ഫീലില്ലേ നമുക്കിതിപ്പം. ഇത് കണ്ടോ, നല്ല നീട്ടമുണ്ട് കേട്ടോ. അതായത് നമുക്ക് നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ത്തും അതുപോലെ തന്നെ നമുക്ക് സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാം. നല്ല എത്ര പ്രായമുള്ളവർക്കൊക്കെ വന്നാലും നമുക്ക് ഇവിടെ താഴത്ത് കിടന്നുറങ്ങാം. കുറച്ച് ചെറുപ്പക്കാർക്ക് മേലെ കയറി നമുക്ക് കിടക്കാൻ പറ്റും.
അതിനുള്ള എല്ലാ സൗകര്യവും നല്ല സഹകരണം കേട്ടോ KSRTCയുടെ ഭാഗത്തുനിന്ന് അടിപൊളി സഹകരണം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതും ഈ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ. കാരണം ഇതിനായിട്ട് 2 പേരെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. KSRTC 2 പേരെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാനും. ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു വഴിയുണ്ട് കേട്ടോ. ഇതുണ്ടോ കുറച്ച് സീറ്റ് കഴിയുമ്പം ഇതിൻ്റെ ഇടയിൽ കൂടി വഴിയുണ്ട്. കാരണം അല്ലെങ്കിൽ 16 സീറ്റ് നമുക്ക് കവർ ചെയ്ത് വരുന്ന ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ നമ്മൾ വീടായിരിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ട്രെയിനിലേക്കുള്ള പോലെ ഒരു കമ്പി സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ സെറ്റപ്പ് ഒന്നും പറയാനില്ല, കിഡിലും പരിപാടികളാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല KSRTCയുടെ 2 ബസ്സാണെന്ന്. ഒന്ന് അശോക് ലൈലാൻഡിൻ്റെ ബസ്സും അതുപോലെ തന്നെ ഒന്ന് ടാറ്റയുടെ ബസ്സും കേട്ടോ. അങ്ങനെ 2 ബസ്സുകളാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയ ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തേക്കൊന്ന് വെറുതെ നോക്കാം. ഈ ഗ്ലാസ് ഈ കട്ടൻ മാറ്റി ഒന്ന് പുറത്തേക്ക് നോക്കി എങ്ങനെയാണ് കാഴ്ചയൊന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ മലനിരകളെല്ലാം കാണാം. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഒതുക്കിയിട്ടാണല്ലോ വന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം. പുറത്തത്തെ കിഡിലും കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. സെറ്റപ്പ് കാഴ്ചകളൊക്കെ വണ്ടി അകത്തിരുന്നാൽ കാണാം. കാരണം കുറച്ച് ഡാർക്ക് ഗ്ലാസ് ആണെങ്കിൽ പുറത്ത് നോക്കുമ്പോൾ നമുക്ക് ഉള്ളിലെ കാഴ്ച കാണാൻ പറ്റത്തില്ല. പക്ഷേ അകത്ത് നിന്ന് പുറത്തത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. പിന്നെ ഈ വണ്ടി ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും കേട്ടോ. ഇവിടുത്തെ ഒരു അവസ്ഥ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ വണ്ടിയും പിന്നെ പ്രവേശമൊക്കെ ഉണ്ട് അങ്ങോട്ടും ഒക്കെ ഈ വണ്ടി മാറ്റിയിടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വന്നു പോയവർക്ക് വീണ്ടും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം കേട്ടോ. കാരണം ഓരോ പ്രാവശ്യം അനുഭവം വേറെ വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും വരാം, രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിടന്നു നോക്കുന്നില്ല, ചുമ്മാ ഒന്ന് ഇരുന്ന് നോക്കുക കേട്ടോ. അയ്യോ നല്ല നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ കിടക്കാനായിട്ട്. അയ്യോ ബാക്കിലെത്തുന്നില്ല, ഒന്നും കൂടി ഇരിക്കാം. കട്ടനൊക്കെ ഒന്ന് മാറ്റിയിരിക്കട്ടെ. ഇതുണ്ടോ നല്ല നീട്ടമുണ്ട് കേട്ടോ. അതിൻ്റെ കാലിലേക്ക് നോക്കി നമുക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാം. ഒത്തിരി സ്പേസ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ഷൂ വരുന്നില്ല. കാരണം നമ്മൾ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. ചുമ്മാ വഴി പോയപ്പോൾ കണ്ടു കയറിയെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരു ദിവസം വന്ന് ഇവിടെ കിടന്ന് നമുക്ക് ആസ്വദിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇപ്പോൾ തൽക്കാലം ചുമ്മാ ഒന്ന് കയറി പോകാം കേട്ടോ ഇതിൻ്റെ അകത്തെല്ലാം. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്യാം, ഫോൺ ചെയ്ത് ബുക്ക് ചെയ്യാം. അതിൻ്റെ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം. ഇത് കണ്ടോ അടിപൊളിയല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നും ബുക്ക് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഓൺലൈനൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉടനെ തന്നെ അതൊക്കെ എല്ലാം സെറ്റ് ആവും കേട്ടോ. അപ്പം ഞാൻ വന്ന ഉടനെ തന്നെ ടോയ്ലറ്റിലും അതുപോലെ തന്നെ എല്ലാം ഞാൻ കയറി നോക്കിയായിരുന്നു. സംഭവം കിഡിലനാട്ടോ. ഇന്ത്യനും ഉണ്ട് യൂറോപ്യനും ഉണ്ട്. സംഭവം സെറ്റാട്ടോ. അതൊക്കെ കിഡിലനാണ്, ഒന്നും നോക്കാനില്ല. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോര്. 100 രൂപക്ക് ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കും എല്ലാവരും. അപ്പോൾ ഞാൻ 100 രൂപയാണെന്ന് പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാനായിട്ട്. അത് കൂടാതെ നമുക്ക് ബെഡ്ഷീറ്റും തലോണിയും അതുപോലെ തന്നെ കമ്പിളിയും കിട്ടും കേട്ടോ. അതിനൊക്കെ എക്സ്ട്രാ ഒരു 90 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ സെപ്പറേറ്റ് അതിൻ്റെ ഓരോന്നിനും റേറ്റിന് അങ്ങനെയും കിട്ടും കേട്ടോ നമുക്ക് ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം KSRTC കിടിലൻ കാഴ്ചകളൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ സെബാസ്റ്റ്യൻ മച്ചനായിട്ടുള്ള ട്രിപ്പിൻ്റെ അവസാനത്തെ എപ്പിസോഡാണിത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോകളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അതുവരയ്ക്കും ബൈ. Thank you for watching.